വെള്ളാപ്പള്ളിക്കും തുഷാറിനും മറുപടി പറയാനില്ലെന്ന് പി.സി. ജോർജ്. കേരളമൊട്ടാകെ താൻ പ്രചാരണത്തിന് പോകും. താൻ പത്തനംതിട്ടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവനല്ല. പാർട്ടി തീരുമാനിക്കുന്നത് പോലെ പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഉണ്ടാകും. നേതാക്കൾ സ്വയം നിയന്ത്രിക്കണമെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞത് തുഷാറിനോടെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തിന് കടമുണ്ടാക്കിയ ഐസക്കിന് ഇവിടെ എന്താണ് കാര്യമെന്ന് ജനങ്ങൾ ചോദിക്കുമെന്നും മണ്ഡലത്തിലെ RSS BJP പ്രവർത്തകർക്ക് താൻ സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു ആഗ്രഹമെന്നും പി.സി. ജോർജ് പറഞ്ഞു. എന്തായാലും അനിൽ ആന്റണി പ്രചരണവുമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. PC എങ്ങനെയാണ് അനിലിന്റെ ഒരു സാധ്യത? അല്ല, അത് പ്രവർത്തനം പോലെ ഇരിക്കുന്നു. മരിച്ച് ജോലി ചെയ്താൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോദി ഫാക്ടറുണ്ട്. കേരളം ഇന്ന് 4.5 ലക്ഷം കോടി രൂപ കടത്തി കയറി മുടിഞ്ഞിരിക്കുക. അതായത് ഒരു വരെ നീ 1,22,000 കടവാണ്, നീ വല്ലതും കട മേടിച്ചോ? ഞാൻ 1,22,000 കടവാണ്. ഇന്നിക്ക് നമ്മൾ ഓരോരുത്തരും 1,22,000 രൂപ കടവാണ്. ഇത് പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ലേ? ആ കടത്തിന് മെയിൻ ഉത്തരവാദി ആരാ? ഐസക്കല്ലേ? ഐസക്കാ. പക്ഷെ അത് യൂഎഫിലേക്ക് പോകില്ലേ ആ ഒരു സാഹചര്യം? അത് വേറെ കാര്യം. അപ്പം അതിലേക്ക് ഞാൻ വരുന്നേ. അപ്പോൾ ആ കടമുണ്ടാക്കിയ ഐസക്കിന് ഇവിടെ എന്നാ കാര്യം എന്ന് ചോദിക്കും മനുഷ്യൻ. അതിന് ഐസക്കിന് ഇവിടെ ആലപ്പുഴക്കാരൻ ഇവിടെ എന്നാ കാര്യം എന്ന് ചോദിക്കല്ലേ? അതൊന്ന്. 2 വരാവുന്നൊരു കാര്യം, ആൻ്റണി ആണെന്ന് പറയുന്ന ഉറപ്പില്ല. ആൻ്റണി ഇച്ചിരി മൈനസോട്ടുണ്ട്, മനസ്സിലായോ? ആ മൈനസോട്ട് BJPക്ക് പ്ലസ് ആവും. കാരണം മോദി ഫാക്ടർ. ഇന്ത്യയെ നയിക്കുന്ന മോദി എന്ന നിലയിൽ പ്രധാന അങ്ങേരെ ബഹുമാനമാണ് ജനങ്ങൾ മുഴുവൻ മനുഷ്യർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. അത് മുതലാക്കാൻ കഴിഞ്ഞാൽ അനിൽ ആന്റണി പാർലമെൻറ്റിൽ പോകും. ഈ ക്രൈസ്തവർക്കൊക്കെ വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി താങ്കൾ പല സമരരംഗത്തൊക്കെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ താങ്കളെ പോലൊരാൾ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിന് വേണ്ടി നിന്ന ഒരാളെ മാറ്റിയപ്പോൾ ഈ പല പ്രവർത്തകരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ അതാണ് മനസ്സിലാകുന്നത്. ആ വികാരം അനിൽ ആന്റണിക്ക് തിരിച്ചടിയാകില്ലേ? അല്ല, അതിപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പറയാം. എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അത് അവർ 2 കാര്യമുണ്ട് അതിനകത്ത്. ഞാൻ സ്ഥാനാർത്ഥം ചോദിച്ചില്ലല്ലോ. എന്താ ഇവിടുത്തെ ഈ 7 നിയോജകമണ്ഡലത്തെയും പ്രവർത്തകരുടെ RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരുടെ അഭിപ്രായം ചോദിച്ചു PC മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേര് അതിനകത്തോട് വന്നത്. എന്നോട് ആരും നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിൽക്കുന്നതെന്ന് ഒന്നും ആരും പറഞ്ഞില്ല. ഞാൻ നിൽക്കണമെന്നും പറഞ്ഞില്ല. അവരെ ആലോചിച്ചിട്ട് അതിൻ്റെ സ്ഥാനാർത്ഥിയിട്ട് ഞാൻ പിന്തുണ കൊടുക്കുന്നത്. അല്ലാതെ അതിനകത്തൊരു മാനസിക വിഷമമോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. BJPയിൽ എത്തിയ ശേഷം ഇങ്ങനെ പെട്ടെന്നൊരു പല ചർച്ചകളിലും വരുന്നു. അതിൽ നിന്ന് പേര് മാറുമ്പോൾ ഒരു മാനസിക വിഷം സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ? താങ്കളുടെ പേര് വലിയ രീതിയിൽ ചർച്ചയാകുന്നു, പ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുന്നു. ഞാൻ സ്ഥാനാർത്ഥിയെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രവർത്തകരൊക്കെ അഭിപ്രായപ്പെട്ടു. പ്രവർത്തകർക്ക് അവകാശപ്പെടുന്ന പ്രവർത്തകർ പറയുന്നത് മുഴുവൻ ചെയ്യാൻ പറ്റുമല്ലോ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും പറഞ്ഞല്ലോ, ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും കാരണവശാൽ പാർട്ടിയിൽ നിന്ന് ശക്തമായ നിർദ്ദേശം വന്നെങ്കിൽ മാത്രമേ നിൽക്കൂ, നിന്നാൽ ജയിക്കാം എന്നും താങ്കൾക്ക് വേണ്ടി ഈ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നോ? താങ്കൾ സ്ഥാനാർത്ഥി ഒന്നും ചോദിച്ചല്ലോ. സുരേന്ദ്രനെ വിളിച്ച് ചോദിച്ചു. ഞാൻ സുരേന്ദ്രനോട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. NT രമേശോട് ചോദിച്ചാൽ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, എൻ്റെ രാധാകൃഷ്ണൻ ഇവിടെ വന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ല. അത് എനിക്ക് ഉത്തരവാദിത്വമില്ലെന്ന് അതിനകത്തുനിന്ന്. അവർക്ക് വേണമെങ്കിൽ എന്നെ നിർത്തണമെന്ന് എന്നോട് പറയണം. അതാണ് ഞാൻ ആലോചിക്കും. അല്ല, എനിക്കെന്നെ ഈ വെള്ളാപ്പള്ളിയും ഒപ്പം തന്നെ അവരുടെ ഒരു നീക്കമാണോ ഇതൊരു തിരിച്ചടിയായത്? ആ കേസ് കേട്ട് വിട് എന്നെ. ഞാൻ അത് വർത്തമാനം പറയാൻ പോട്ടെ. ഇത് പറ്റിയ കക്ഷിയല്ല. അത് അറിയാമല്ലോ കയ്യിലിരിപ്പൊക്കെ. തിരികെ എത്താം.